Hello friends, welcome to the world of CMA. സെക്ഷൻ 4 ചാർജിങ് സെക്ഷനാണ്. ഇൻകം ടാക്സിൽ ടാക്സ് എങ്ങനെയാണ് ചാർജ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പറയണത് സെക്ഷൻ 4ലാണ്. നമ്മൾ പറഞ്ഞു ഇൻകം പ്രീവിയസ് ഇയറിൻ്റെ ഇൻകം നെക്സ്റ്റ് ഇയർ ആണ് അസസ് ചെയ്യണേന്ന്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് എല്ലാം കൊടുത്തിരിക്കുന്നത് സെക്ഷൻ 4ലാണ്. ഇതിനെ ഇൻകം ടാക്സിൻ്റെ ബാക്ക് ബോൺ എന്നാണ് പറയണത്. അതായത് ഇതിൽ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇൻകം ചാർജ് ചെയ്യണത് ലോട്ടറി ഇൻകം 30%, അത് സെക്ഷൻ 115BB അനുസരിച്ച്, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 20%, സെക്ഷൻ 112 അനുസരിച്ച്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ 111A അനുസരിച്ച് 15%, അങ്ങനെയാണ് ചാർജ് ചെയ്യേണ്ടതെന്നെല്ലാം പറയുന്നത് ചാർജിങ് സെക്ഷനിലാണ്. AOP ആൻഡ് BOA. AOP എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺ, BOA ബോഡി ഓഫ് ഇൻഡിവിജ്വൽ. AOP എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻസ് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ എന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ? 239 എന്തൊക്കെ വരും എന്നുള്ളത് നമ്മൾ പഠിച്ചു. ആ പേഴ്സൺ എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ പറയുന്നതാണ് പേഴ്സൺ ഹൂ ജോയിൻ ടുഗദർ ഫോർ കോമൺ പർപ്പസ്. എന്തെങ്കിലും ഒരു കോമൺ പർപ്പസിന് വേണ്ടി ജോയിൻ ചെയ്യുന്ന ആ ഗ്രൂപ്പ് ഓഫ് പേഴ്സണെ പറയുന്നതാണ് AOP എന്ന്. വെറുതെ ഒരു പേഴ്സൺ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് AOP ആവുമോ? ഇല്ല. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻകം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്താൽ മാത്രമേ എന്താവുള്ളൂ? AOP ആവുള്ളൂ. ഓക്കെ. ഇനി അതേപോലെ തന്നെ BOA എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ. ബോഡി ഓഫ് ഇൻഡിവിജ്വൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇൻഡിവിജ്വൽ മാത്രമാണ്. ഹൂ ജോയിൻ ടുഗദർ ഫോർ കോമൺ പർപ്പസ് വെദർ ഓർ നോട്ട് ടു ഏൺ ഇൻകം. BOA ആണെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വലിന് വേണമെന്നുണ്ടെങ്കിൽ മെമ്പർ ആവാം. പക്ഷേ AOPയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പേഴ്സൺ, ഏതെങ്കിലും ഒരു പേഴ്സണാണ് മെമ്പർ ആവാനായിട്ട് സാധ്യത. പേഴ്സൺ എന്താണെന്നുള്ളതിന് ഇമ്പോർട്ടൻസ് ഇപ്പോൾ ഇതിൽ വരണം കണ്ട. ഇൻഡിവിജ്വൽ, HUF, കമ്പനി, ഫേം, AOP, BOA, ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ എന്നെല്ലാം നമ്മൾ പഠിച്ചില്ലേ? അതൊക്കെയാണ് പേഴ്സൺ. അവർക്കൊക്കെ മാത്രമേ AOPയിൽ മെമ്പർ ആവാൻ പറ്റുള്ളൂ. AOP ആണെങ്കിലാ മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? എങ്ങനെയുള്ളതായിരിക്കണം? കോമൺ ആയിട്ടുള്ള ഒരു ഇൻറ്റൻഷൻ വേണം, അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഒരു പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കണം AOPയിൽ ജോയിൻ ചെയ്യണം. പക്ഷേ BOA ആണെന്നുണ്ടെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വലിനാണെങ്കിൽ എന്ത് ചെയ്യണം? അതിന് കോമൺ വില്ല് വേണം ഇരിക്കണമെങ്കിൽ ഇരിക്കാം, അല്ലെങ്കിൽ വേണ്ട. അങ്ങനെ അധികം നിർബന്ധമൊന്നുമില്ല. ഇനി അടുത്ത് ലോക്കൽ അതോറിറ്റി സെക്ഷൻ 331 അനുസരിച്ചാണ് ജനറൽ ക്ലോസ് ആക്ടിലാണ് എന്ത് പറയുന്നത്? ലോക്കൽ അതോറിറ്റിനെ കുറിച്ച് പറയുന്നത്. ലോക്കൽ അതോറിറ്റി എന്ന് വെച്ചാൽ എന്താണ്? മുനിസിപ്പൽ കമ്മിറ്റി, ഡിസ്ട്രിക്ട് ബോർഡ്, പഞ്ചായത്ത്, കണ്ടോൺമെൻറ്റ് ബോർഡ്, അങ്ങനെയുള്ള സംഭവങ്ങളെയാണ് എന്തിൽ പറയണത്? ലോക്കൽ അതോറിറ്റിയിൽ പറയണത്. ഇനി ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ എന്ന് വെച്ചാൽ എന്താണ്? ആർ എൻഡേറ്റിൽ വിച്ച് ആർ നോട്ട് നാച്ചുറൽ പേഴ്സൺ. അത് ചെയ്യുന്നത് എന്താണ്? ഇത് നാച്ചുറൽ പേഴ്സൺ അല്ല. ആ സെപ്പറേറ്റ് എൻറ്റിറ്റി ഇൻ ദ ഐ ഓഫ് ലോ. ലോയുടെ കണ്ണിൽ അതെന്തായിരിക്കും? സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി ഉണ്ടാവും. മേ നോട്ട് ബി ഡയറക്ട്ലി സ്യൂഡ് ഇൻ ദ കോർട്ട് ഓഫ് ലോ, ബട്ട് ദേ ക്യാൻ സ്യൂഡ് ത്രൂ പേഴ്സൺസ് മാനേജിങ് ദം. ഓക്കെ. ഇനി യൂണിവേഴ്സിറ്റി, ബാർ, കൗൺസിൽ, അങ്ങനെയുള്ളതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. ഇനി ഇതിലൊരു ഇല്ലുസ്ട്രേഷൻ 1 ഉണ്ട്. ഡിറ്റർമിൻ ദ സ്റ്റാറ്റസ് ഓഫ് ദ ഫോളോയിങ്. സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നോക്കാനായിട്ട് അതെങ്ങനെയാണ്? അതിൽ ഹൗറ മുനിസിപ്പൽ കോർപ്പറേഷൻ നമ്മൾ പഠിച്ചതനുസരിച്ച് ഹൗറ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് വരുന്നു? ലോക്കൽ അതോറിറ്റിയിൽ വരുന്നു. കോർപ്പറേഷൻ ബാങ്ക് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ കമ്പനിയാണ്. മിസ്റ്റർ അമിതാഭ് ബച്ചൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണ്? ഇൻഡിവിജ്വലാണ്. അമിതാഭ് ബച്ചൻ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ ലിമിറ്റഡ് വരുമ്പോൾ എന്താവും? കമ്പനിയാവും. എ ജോയിൻറ്റ് ഫാമിലി ഓഫ് ശ്രീമതി രാം ആൻഡ് ദർ സൺ ലവ് ആൻഡ് കുഷ് എന്ന് പറഞ്ഞാൽ എന്താവും? ജോയിൻറ്റ് ഫാമിലിയാണ് ഇവരുടെ. അപ്പോൾ അതെന്താവും? HUF ആവും. ഹിന്ദു ജോയിൻറ്റ് ഫാമിലി അല്ലേ? HUF ആവും. കൽക്കട്ട യൂണിവേഴ്സിറ്റി ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ. X ആൻഡ് Y ഹൂ ആർ ലീഗൽ ഹയർ ഓഫ് ഇസഡിൻ്റെ ലീഗൽ ഹയർ ആണ് ആര്? എക്സും വൈയും. അങ്ങനെ വരുമ്പോൾ എന്താവും? അത് BOA ആയി, ബോഡി ഓഫ് ഇൻഡിവിജ്വലായി. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ് ഇൻഡിവിജ്വലായി. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഫേമായി. ഓക്കെ. X ആൻഡ് Y ഹൂ ആർ ലീഗലി ഹയർ ഓഫ് ഇസഡിൻ്റെ ലീഗൽ ഹയേഴ്സ് ആണ് എക്സും വൈയും. അങ്ങനെ പറയുമ്പോൾ അതെന്താണ്? അത് BOA ആണ്, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ആണ്. ബോഡി ഓഫ് ഇൻഡിവിജ്വൽ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചില്ലേ? ഏതൊരു ഇൻഡിവിജ്വലിനും ഒരു കോമൺ പർപ്പസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതിനെയാണ് ബോഡി ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്. ബോഡി ഓഫ് ഇൻഡിവിജ്വലിന്
മെമ്പർ ആവാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് പർപ്പസ് ഒന്നും വേണമെന്നില്ല. ഓക്കെ, ഏതൊരു ഇൻഡിവിജ്വലിന് വേണമെങ്കിലും എന്ത് ചെയ്യാം, BOAയിൽ മെമ്പർ ആവാനായിട്ട് സാധിക്കും. ഇനി അടുത്തതാണ് ഹെഡ്സ് ഓഫ് ഇൻകം. ആ സെക്ഷൻ 14 പറയണത് ഹെഡ്സ് ഓഫ് ഇൻകമിനെ കുറിച്ച്. എന്തൊക്കെയാണ് പറഞ്ഞത്? സാലറി, ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇതെല്ലാമാണ് എന്തിൽ പറഞ്ഞത്? ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ പറഞ്ഞത് സെക്ഷൻ 14 പ്രകാരം. എങ്ങനത്തെയാണ്? ഇപ്പോൾ സാലറി കിട്ടുന്ന പേഴ്സൺ ആണെങ്കിൽ സാലറി എന്നുള്ളതിൽ വരും. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, റെൻ്റൊക്കെ കിട്ടുകയാണെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടിയിൽ വരും. പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ ഇതിൽ വരും. ക്യാപിറ്റൽ ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ വരും. എന്തെങ്കിലും സെയിൽ എന്തെങ്കിലും നടത്താൽ അതിൽ വരും. ഇനി ഇതിലൊന്നും പെടാത്ത ഇൻകം ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അത് എന്തിൽ വരും? അതർ സോഴ്സസിലേക്ക് വരും. ഓക്കെ, അപ്പം നമ്മൾ തോന്നിയ പോലെ ഏതെങ്കിലുമൊക്കെ ഇൻകം ഏതെങ്കിലുമൊക്കെ ഹെഡിൽ പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഓരോ ഹെഡിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഡിഡക്ഷൻ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ തോന്നിയ പോലെ പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഡക്ഷൻ എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഹെഡ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഹെഡ് ഓഫ് ഇൻകം, സോഴ്സ് ഓഫ് ഇൻകം തമ്മിൽ ഡിഫറൻസ് എന്താണെന്ന്. ഹെഡ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ആകെ ആ സെക്ഷൻ 40 അനുസരിച്ച് പറഞ്ഞാൽ 5 ഹെഡിനെയാണ് ഹെഡ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനുണ്ടാവുന്ന സോഴ്സിന്. ഇപ്പോൾ എന്താണ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ളത് എന്താണ്? ഹെഡ് ഓഫ് ഇൻകം ആണ്. അതിലേക്ക് നയിക്കണത് എന്താണ്? നമുക്ക് റെൻറ്റ് അങ്ങനെ എന്തെങ്കിലും വരുമോ, അതോ 2, 3, 4 വീട്ടുകളിൽ നിന്ന് നമുക്ക് റെൻറ്റ് കിട്ടാം. ആ റെൻറ്റ് കിട്ടുന്ന അതോ ഒരു വീട്ടിൽ നിന്നും സെപ്പറേറ്റ് ആയിരിക്കും, വേറൊരു വീട്ടിൽ നിന്നും സെപ്പറേറ്റ് ആയിരിക്കും പറഞ്ഞത്. അങ്ങനെ ഉള്ള ആ സോഴ്സ്, അങ്ങനെയുള്ള ആ കിട്ടുന്ന റെന്റിനെയാണ് എന്ത് പറയുന്നത്? സോഴ്സ് ഓഫ് ഇൻകം എന്ന്. അത് ചാർജ് ചെയ്യണത്, അത് ഏത് ഹെഡിലാണ് ചാർജ് ചെയ്യണം എന്നുള്ളതാണ് ഹെഡ് ഓഫ് ഇൻകം. ഇനി അടുത്ത് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകം പറയുന്നത് എന്താണ്? 80B5 അനുസരിച്ചാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം പറയുന്നത്. ഈ 5 ഹെഡ്, സാലറി, ഹൗസ് പ്രോപ്പർട്ടി, പ്രൊഫഷൻ ഓർ ബിസിനസ്, ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം അതർ സോഴ്സസ്, ഇതെല്ലാം വരുന്ന ഇൻകം എല്ലാം കൂടി ആഡ് ചെയ്തതിനാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡിഡക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ATC, ATU പോലെയുള്ള ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ മൈനസ് ചെയ്താൽ അതെന്താവും? ടോട്ടൽ ഇൻകം ആവും. പിന്നെ റൗണ്ട് ഓഫ് ടോട്ടൽ ഇൻകം. റൗണ്ട് ഓഫ് ടോട്ടൽ ഇൻകത്തിന് റൗണ്ട് ഓഫ് ചെയ്യണം. അതിന് സെക്ഷൻ പറഞ്ഞിട്ടാണ് എന്താണ്? 288A അനുസരിച്ചാണ് എന്ത്? റൗണ്ട് ഓഫ് ടോട്ടൽ ഇൻകത്തിന് റൗണ്ട് ഓഫ് ചെയ്യണം. ഈ ടോട്ടൽ ഇൻകം ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്ഷൻ കഴിഞ്ഞ് ടോട്ടൽ ഇൻകം കിട്ടില്ല. ആ ടോട്ടൽ ഇൻകത്തിന് റൗണ്ട് ഓഫ് ചെയ്യണതിനാണ് 288A എന്ന് പറയുന്നത്. അത് എന്തിനാണ്? 10ന്റെ നിയറസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിനെന്ത് ചെയ്യാം? അതിനെ റൗണ്ട് ഓഫ് ചെയ്തെടുക്കാൻ പറ്റും. അതിനെയാണ്, അതിൻ്റെ സെക്ഷനാണ് ഇമ്പോർട്ടൻറ്റ്, 288A അനുസരിച്ച്. പിന്നെ റൗണ്ടിങ് ഓഫ് ടാക്സ്, സെക്ഷൻ 288B അനുസരിച്ച് ടാക്സിനെയാണ് ഇനി റൗണ്ട് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിലും അതും 10ന്റെ നിയറസ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അതിൻ്റെ സെക്ഷനാണ് 288B. 288A അനുസരിച്ച് ടോട്ടൽ ഇൻകത്തിനെ റൗണ്ട് ഓഫ് ചെയ്യണം. 288B അനുസരിച്ച് എന്തിനെയാണ്? ടാക്സിനെ റൗണ്ട് ഓഫ് ചെയ്യണതും. ഇനിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നാണ് ടാക്സ് പ്ലാനിങ്, ടാക്സ് ഇവേഷൻ ആൻഡ് ടാക്സ് അവോയ്ഡൻസ്. ടാക്സ് പ്ലാനിങ് എന്നുള്ളത് എന്താണ്? ടാക്സ് പ്ലാനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബാധ്യത, ടാക്സ് ലൈബിലിറ്റീനെ റെഡ്യൂസ് ചെയ്യുന്നതിനാണ് ടാക്സ് ലൈബിലിറ്റി എന്ന് പറയുന്നത്. എങ്ങനെയാണ് അത് റെഡ്യൂസ് ചെയ്യുന്നത്? ടു വേരിയസ് എക്സംഷൻ, ഡിഡക്ഷൻ, റിബേറ്റ്, റിലീഫ് എന്നിവ നിയമം അനുശാസിക്കുന്നത്. അതായത് നമുക്കായിട്ട് തന്നിട്ടുണ്ട്, ഇതൊക്കെ ഡിഡക്റ്റ് ചെയ്യാം, ഇതൊക്കെ എന്ത് ചെയ്യാം, റിലീഫ് ഉണ്ട്, റിബേറ്റ് ഉണ്ട്, എക്സംഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നിയമപരമായിട്ട് ലോ അനുസരിച്ച് നമുക്ക് ഡിഡക്റ്റ് ചെയ്ത് പോകുന്നതിനെ, അതിൻ്റെ നമ്മുടെ ബാധ്യതകളെ കുറയ്ക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ടാക്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. ടാക്സ് ഇവേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അത് ഇല്ലീഗൽ വേ ആണ്. അപ്പോൾ നമ്മളിവിടെ പഠിച്ചത് ടാക്സ് പ്ലാനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീഗലാണ്, ടാക്സ് ഇവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലീഗൽ വേയിൽ ലയബിലിറ്റി കുറയ്ക്കുന്നതിനെയാണ് ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത്. അതായത് ഇൻകത്തിനെയോ സെയിൽസിനെയോ എല്ലാം സപ്രസ് ചെയ്ത് അത് എന്തെങ്കിലും കുറച്ച് കാണിച്ച് എക്സ്പെൻസിന് ഇൻക്രീസ് ചെയ്ത് കാണിച്ച് അങ്ങനെയുള്ള വിധത്തിലൊക്കെ എന്ത് ചെയ്യണം? ടോട്ടൽ ഇൻകം കുറച്ച് കാണിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടാക്സ് പ്ലാനിങ്ങും പഠിച്ചു, ടാക്സ് ഇവേഷനും പഠിച്ചു. ഇനി ടാക്സ് അവോയ്ഡൻസ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് എന്തെങ്കിലും ഒരു ആക്റ്റിൽ എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ, ഒരു അഡ്വാൻറ്റേജസ് എടുക്കാമെന്നുണ്ടെങ്കിൽ ആ ലീഗലി ആയിട്ടുള്ള അങ്ങനെയുള്ള അഡ്വാൻറ്റേജസ്, ആ ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ച് എന്തെങ്കിലും അഡ്വാൻറ്റേജസ് ലീഗലി എടുക്കുന്നതിനെയാണ് ടാക്സ് അവോയ്ഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ,
ഈ ടാക്സ് അവോയ്ഡൻസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, അത് ഇല്ലീഗലായിട്ടായിരിക്കില്ല ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ലീഗലായിട്ട് തന്നെ എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾസ് ഉണ്ടെങ്കിൽ അതിങ്ങനെ ടാക്സ് അടക്കുന്നതൊന്ന് നീട്ടി വെക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അത് അടക്കാതിരിക്കുക, അങ്ങനെയുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നതാണ് ടാക്സ് അവോയ്ഡൻസ്. ഇതിൽ ടാക്സ് ഇവേഷനും എന്താണ്, ഇല്ലീഗൽ വേ അല്ല, ടാക്സ് പ്ലാനിങ് മാത്രമാണ് ഇല്ലീഗലായിട്ട് കാണിക്കുന്നത്. ടാക്സ് ഇവേഷൻ എന്ന് പറഞ്ഞാണ് ഇല്ലീഗലായിട്ട് കാണിക്കുന്നത്. ടാക്സ് പ്ലാനിങ് എന്നുള്ളത് എന്താണ്, ലീഗലായിട്ട് തന്നെ എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ടാക്സ് പ്ലാനിങ് കാണിക്കുന്നത്. ടാക്സ് ഇവേഷൻ ഇല്ലീഗലാണ്. ടാക്സ് അവോയ്ഡൻസ് എന്നുള്ളത് 2 തരത്തിലുണ്ട്. ടാക്സ് അവോയ്ഡൻസ് ഒന്ന് എന്താണ്, ലീഗലായിട്ട് ആസ് പെർ തോട്ട് ലീഗലായിട്ട് എങ്ങനെ ചിന്തിക്കുക എന്നുള്ളതും, പിന്നെ എന്താണ് ലീഗൽ അല്ല പക്ഷേ എങ്ങനെ വേറെ വിധത്തിൽ എങ്ങനെ നമുക്ക് ടാക്സ് കുറയ്ക്കുക എന്നുള്ളത്. 2 തരത്തിലുള്ള ടാക്സ് അവോയ്ഡൻസ് ഉണ്ട്. ഇതൊന്നും നോക്കിയുള്ളൂ. ടാക്സ് പ്ലാനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ക ലീഗലാണ്. ലീഗലായിട്ട് എങ്ങനെ ടാക്സ് ഡിഡക്ഷൻസ് എക്സംഷൻസ് ഒക്കെ ഉപയോഗിച്ച് എങ്ങനെ ടാക്സ് കുറയ്ക്കുക എന്നുള്ളത്. ടാക്സ് ഇവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലീഗലാണ്. ഇല്ലീഗൽ വേയിൽ എങ്ങനെ സെയിലൊക്കെ കുറച്ച് ആൻറ്റി എക്സ്പെൻസ് ഒക്കെ കൂട്ടി എങ്ങനെ ടാക്സ് കുറയ്ക്കുക എന്നുള്ളത്. ടാക്സ് അവോയ്ഡൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 തരത്തിലുണ്ട്, ലീഗലും ഉണ്ട് ഇല്ലീഗലും ഉണ്ട്. ഓക്കെ, ഇനി അസസ്മെൻറ്റ് ഇയർ 21-22 ടാക്സ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇൻഡിവിജ്വൽ HUF, AOP, BOA, AJP അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ഇൻ കേസ് ഓഫ് സൂപ്പർ സീനിയർ ആണെന്നുണ്ടെങ്കിൽ, സൂപ്പർ സീനിയർ എന്ന് വെച്ചാൽ എന്താണ്, സൂപ്പർ സീനിയേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 80 ഇയേഴ്സിന് മുകളിലുള്ളതാണെങ്കിൽ, 80 ഇയേഴ്സിന് മുകളിലാണെന്നുണ്ടെങ്കിൽ 5 ലാക്ക് വരേക്കും ടാക്സ് കൊടുക്കണ്ട. 5 ലാക്കിലിരുന്ന് 10 ലാക്ക് വരേക്കും 20%, 10 ലാക്കിന് മുകളിലാണെന്നുണ്ടെങ്കിൽ 30% ആണ് ടാക്സ് കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നെ എന്താണ് സീനിയർ സിറ്റിസൺ എന്ന് വെച്ചാൽ എന്താണ്, 60 ഇയേഴ്സിന് മുകളിൽ ആണ് 80 ഇയേഴ്സിനൊക്കെ താഴെയുള്ളതിനെയാണ് എന്ത് പറയണത്, സീനിയർ സിറ്റിസൺ എന്ന് പറയുന്നത്. സീനിയർ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ അത് 3 ലാക്ക് വരേക്കും ടാക്സ് കൊടുക്കണ്ട. 3 ലാക്ക് ടു 5 ലാക്ക് വരേക്കും, 3 ലാക്ക് ടു 5 ലാക്ക് 5%, 5 ലാക്ക് ടു 10 ലാക്ക് 20%, 10 ലാക്കിന് മുകളിലാണെങ്കിൽ 30%. പിന്നെ ഇൻ കേസ് ഓഫ് അതർ ഇൻഡിവിജ്വൽ HUF, AOP, BOA, ആർട്ടിഫിഷ്യൽ പേഴ്സൺ, ബാക്കിയുള്ളത് ഇപ്പോൾ സൂപ്പർ സീനിയറിൻ്റെ കാര്യം പറഞ്ഞു. ഇനി സാധാരണ 60 താഴെ വയസ്സിൽ ഉള്ളവർക്കുള്ള കാര്യം, അത് 2,50,000 വരേക്കും, 2,50,000 വരേക്കും ഒന്നും കൊടുക്കണ്ട. 2,50,000 to 5 ലാക്ക് ആണെന്നുണ്ടെങ്കിൽ 5%, 5 ലാക്ക് ടു 10 ലാക്ക് ആണെന്നുണ്ടെങ്കിൽ 20%, 10 ലാക്കിന് മുകളിലേക്കാണെങ്കിൽ 30%. അതാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് പഠിക്കേണ്ടത്, അതായത് ഇൻഡിവിജ്വൽ ആയാലും ശരി, AOP ആണെങ്കിലും BOA ആണെങ്കിലും AJP ആണെന്നുണ്ടെങ്കിലും എങ്ങനെയാണ് ടാക്സ്, സാധാ ഒരു 60 ഇയേഴ്സിന് താഴെയുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് 2,50,000 വരെ ടാക്സ് കൊടുക്കണ്ട. 2,50,000 to 5 ലാക്ക് ആണെന്നുണ്ടെങ്കിൽ 5%, 5 ലാക്ക് ടു 10 ലാക്ക് ആണെന്നുണ്ടെങ്കിൽ 20%, 10 ലാക്കിന് മുകളിലാണെങ്കിൽ 30%. ഇനി 60 വയസ്സിന് മുകളിലാണ്, എന്നാൽ 80 വയസ്സിന് താഴെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിന് സീനിയർ സിറ്റിസൺ എന്ന് പറയുന്നു. ആ സീനിയർ സിറ്റിസൺ എന്താ, 3 ലാക്ക് വരേക്കും ആണെങ്കിൽ ടാക്സ് കൊടുക്കണ്ട. 3 ലാക്ക് ടു 5 ലാക്ക് 5%, 5 ലാക്ക് ടു 10 ലാക്ക് 20%, 10 ലാക്കിന് മുകളിലാണെങ്കിൽ 30%. ഇനി സൂപ്പർ സീനിയർ 80 ഇയേഴ്സിന് മുകളിലുള്ളവർ, 80 ഇയേഴ്സിന് മുകളിലാണെങ്കിൽ 5 ലാക്ക് വരേക്കും ടാക്സ് ഇല്ല. ടാക്സ് 5 ലാക്ക് ടു 10 ലാക്ക് ആണെന്നുണ്ടെങ്കിൽ 20%, 10 ലാക്കിന് മുകളിലാണെന്നുണ്ടെങ്കിൽ 30%. ഓക്കെ, ഇനി ഇതിനെല്ലാത്തിനും റിബേറ്റ് വരുന്നുണ്ട്. എന്താണ്, 87A എന്നുള്ള ഒരു റിബേറ്റ് ഉണ്ട്. അത് ആർക്കാണ് അപ്ലൈ ചെയ്യുന്നത്, അത് റെസിഡൻറ്റ് ഇൻഡിവിജ്വലിനാണ് അപ്ലൈ ചെയ്യണം. 87A എന്നുള്ളത് റെസിഡൻറ്റ് ഇൻഡിവിജ്വലിന് അപ്ലൈ ചെയ്യും. അതിൻ്റെ എങ്ങനെയാണ് അത്, കണ്ടീഷൻ എന്താണ്, കണ്ടീഷൻ എന്താ വെച്ചാൽ ടോട്ടൽ ഇൻകം ഓഫ് ദ അസസി ഡസ് നോട്ട് എക്സീഡ് 5 ലാക്ക്. 5 ലാക്കിൽ കൂടുതൽ അസസിക്ക് ഇൻകം വരാത്ത കേസസിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇത് 87A അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ കിട്ടും, ടോട്ടലായിട്ട് ഒരു 5 ലാക്കിന് താഴെയാണെങ്കിൽ മാക്സിമം റിബേറ്റ് എത്രയായിരിക്കും, 12,500 വരേക്കും. അതിന് മാക്സിമം 87A അനുസരിച്ച് റിബേറ്റ് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് കണ്ടീഷൻ, എന്താണ്, ഒന്ന് റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ ആയിരിക്കണം, സ്റ്റാറ്റസ് റെസിഡൻ്റ് ആയിരിക്കണം. പിന്നെ എന്താണ്, 5 ലാക്കിന് താഴെ ആയിരിക്കണം ഇൻകം. മാക്സിമം പോയാൽ അതിൽ കിട്ടാൻ പോണ റിബേറ്റ് 12,500 ആണ് 87A അനുസരിച്ച്. ഓക്കെ, ഇൻഡിവിജ്വൽ ആണ്, 5 ലാക്കിന് താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 87A അനുസരിച്ച് ഇത് ക്ലെയിം ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 87A അനുസരിച്ച് എങ്ങനെയാണെന്നുള്ളതിന് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമുക്കതെന്താണെന്നുള്ളത് നോക്കാം.
അസസി എന്താണ്? ഇൻഡിവിജ്വലാണ്. റെസിഡൻസ് ആണെങ്കിൽ റെസിഡൻ്റ് ആണ്, ഇൻഡിവിജ്വൽ ആണ്, റെസിഡൻ്റ് ആണ്. ടോട്ടൽ ഇൻകം ആണെങ്കിൽ 5 lakhന് താഴെയാണ്. ടോട്ടൽ ഇൻകം 5 lakhന് താഴെയാണെന്നുണ്ടെങ്കിൽ എത്രയാണ് ടാക്സ് വന്നത്? ടാക്സ് എങ്ങനെ വരും? ടാക്സ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്താലോ? ഇങ്ങനെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ടോട്ടൽ ഇൻകം ഇവിടെ 4,90,000 ആണ് തന്നേക്കുന്നത്. 4,90,000 സാധാരണ ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ 2,50,000 വരേക്കും ടാക്സ് ഇല്ല. അപ്പോൾ ബാലൻസ് 2,40,000 വന്നു. ആ 2,40,000 ഇൻറ്റു 5% 12,000 ആണ് ടാക്സ് കൊടുക്കേണ്ടത്. 12,000 ടാക്സ് കൊടുക്കണം. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ എല്ലാം എന്താണ്? സാറ്റിസ്ഫാക്ടറി ആണ് അല്ലേ? ഇൻഡിവിജ്വൽ ആണ്, റെസിഡൻ്റ് ആണ്, 5 lakhന് താഴെയാണ്. അതുകൊണ്ട് തന്നെ റിബേറ്റ് എത്ര വരാം? 12,500 മാക്സിമം ആണ്. ഇവിടെ 12,000 വന്നിട്ടുണ്ട്. സോ 12,000 വരേക്കും അത് റിബേറ്റ് 87A ചെയ്യാം. അങ്ങനെ ടാക്സ് എന്ത് ചെയ്യാം? നില്ലാക്കി കൊടുക്കാം. ഇനി അടുത്ത കേസ്, ഇൻഡിവിജ്വൽ ആണ്, റെസിഡൻ്റ് ആണ്, പക്ഷേ 5 lakhന് മുകളിലാണ് ടാക്സ് വന്നേക്കണത്. 5 lakhന് മുകളിലാണ് എന്ത് വന്നേക്കണേ? ടോട്ടൽ ഇൻകം വന്നേക്കണം. അതുകൊണ്ട് തന്നെ റിബേറ്റ് കിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ടാക്സ് എങ്ങനെ വരും എന്നുള്ളത് മനസ്സിലാക്കാം. 5 lakh ആണ്. 5 lakh ആണെന്നുണ്ടെങ്കിൽ 2,50,000 വരേക്കും ഒരു ഇത്. 2,50,000 5% എന്ന് വെച്ചാൽ 12,500. പിന്നെ എത്രയാണ്? 5,12,000. 5,12,000 അതിൽ നിന്ന് 5 lakh വരെ 12,000. 12,000 അല്ലേ? 5,12,000. ഓക്കെ, അതിൻ്റെ 20% പ്ലസ് ആദ്യത്തേൻ്റെ എത്രയായിരുന്നു? ആദ്യത്തേൻ്റെ 12,500. അപ്പോൾ എത്രയാണ്? 14,900 വരും. പക്ഷേ അത് 5 lakhൽ കൂടുതൽ വന്നുകൊണ്ട് റിബേറ്റ് വരില്ല. ആ 40,000 എന്ത് ചെയ്യും? ടോട്ടൽ ഇൻകം എക്സീഡ് 5 lakh. അപ്പോൾ ടാക്സബിൾ എത്രയാണ്? 14,900 ടാക്സബിൾ ആവും. പിന്നെ അടുത്ത കേസ് സീനിയർ സിറ്റിസൺ ആണെന്ന് പറഞ്ഞിട്ട്, സീനിയർ സിറ്റിസൺ എത്ര വരേക്കുമാണ് ടാക്സ് എക്സംഷൻ കൊടുത്തിരിക്കുന്നത്? 3 lakh വരേക്കും ടാക്സ് വേണ്ട. അപ്പോൾ ടോട്ടൽ ഇൻകം 4,25,000 ആണ്. എന്തായാലും റെസിഡൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് സീനിയർ സിറ്റിസൻ്റെ കേസിലില്ല. അപ്പോൾ എന്താണ്? 4,25,000 എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 4,25,000 എങ്ങനെയാണ്? 4,25,000 മൈനസ് സീനിയർ സിറ്റിസൺ എത്രയാണ്? 3 lakh വരേക്കും. അപ്പോൾ 1,25,000 ഇൻറ്റു 5% എത്ര വരും? 6,250. റിബേറ്റും അതേ തന്നെ 6,250 എടുത്തിട്ട് ടാക്സ് നില്ലാക്കി വിടാം. അടുത്ത കേസ് ഇത് സീനിയർ സിറ്റിസൺ 5,40,000 ആണ്. 5 lakhൽ കൂടുതൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റിബേറ്റ് എടുക്കാൻ പറ്റില്ല. 5,40,000 കൂടുതൽ വരുമ്പോൾ 5 lakh മൈനസ് 3 lakh ഇൻറ്റു 5%. ഫസ്റ്റ് ഇത് 10,000. ഇനി 40,000 കാണാം. 40,000 ഇൻറ്റു 20% 8,000. ഓക്കെ, ഇനി ആ 10,000 കൂടി കൂട്ടെ 18,000. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റില്ല? റിബേറ്റ് എടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? 5,40,000 വന്നു. 5 lakhൽ കൂടുതലായിട്ട് വന്നു. അപ്പോൾ 18,000 ടാക്സ് അടക്കണം. ഇനി കേസ് 5 ഇൻഡിവിജ്വൽ ആണ്, നോൺ റെസിഡൻ്റ് ആണ്. നോൺ റെസിഡൻറ്റിന് റിബേറ്റ് കിട്ടില്ല. 2,60,000 ഉള്ളൂ ഇൻകം. പക്ഷേ നോൺ റെസിഡൻ്റ് ആയതുകൊണ്ട് റിബേറ്റ് കിട്ടില്ല. ഇൻഡിവിജ്വൽ നോൺ റെസിഡൻ്റ് ആണ്. അപ്പോൾ 2,60,000 എന്താ ചെയ്യണത്? സാധാരണ ഇതിൽ 2,50,000 വരേക്കും എന്താണ് ടാക്സ് അടക്കണ്ട. 2,50,000 മൈനസ് ചെയ്യുമ്പോൾ ഇൻറ്റു 5% അടിച്ചാൽ 500 മട്ടും അയാൾ ടാക്സ് ആയിട്ട് അടക്കണം. ഇനി അടുത്തത് HUF ആണ്, റെസിഡൻ്റ് ആണ്. 2,65,000 ഉള്ളൂ. HUF റിബേറ്റിൻ്റെ കാര്യത്തിൽ എന്താണ്? റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ ആയിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. HUFന് എന്ത് ചെയ്യാൻ പറ്റില്ല? റിബേറ്റ് ഇല്ല. 87A ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? 2,65,000 HUF ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഇതേ ഇതിൽ തന്നെ കാണേണ്ടത്. 2,65,000 മൈനസ് 2,50,000 ഇൻറ്റു 5% എത്രയാണ്? 750 എന്തായിട്ട് എടുക്കാം? 750 നമുക്ക് മുഴുവൻ ടാക്സ് ആയിട്ട് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതൊരു രൂപം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലേ? റിബേറ്റ് ഇങ്ങനെ 87 വരെ എങ്ങനെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാം അങ്ങനെയുള്ളതിനെക്കുറിച്ച് ഒരു ഏകദേശ രൂപം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ബൈ ഗൈസ്.